ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് നമ്മൾ അൽറായിലുള്ള ഫ്രൈഡേ മാർക്കറ്റ് കാണാനായിട്ട് വന്നതാണ്. അൽറായിൽ ലുലുവിൻ്റെ അവിടെ ബസ് ഇറങ്ങണം. ബസ് ഇറങ്ങിയിട്ട് ശകലം നടക്കാനുണ്ട്. കല്യാൺ, ഗ്രാൻഡ്, ലുലു ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ജസ്റ്റ് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ എത്താൻ പറ്റും. ടോമാഞ്ചറി എന്ന് പറയുന്ന ഹോട്ടൽ കാണാം. നമ്മുടെ മലയാളി ഫുഡൊക്കെ അവൈലബിൾ ആണ് അവിടെ. പാൽക്കപ്പ, അതുപോലെ തന്നെ ഊണ്, പിന്നെ നാന്, ബീഫ്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ അൽ നസർ കാണാം. അൽ നസർ നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ അങ്ങനെ ഫ്രൈഡേ മാർക്കറ്റിലെത്തി. ഇത് ആദ്യം തന്നെ ഇവിടെയൊക്കെയാണ് ഓരോ നമ്പേഴ്സ് ഉണ്ട്, 1, 2, 3. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ സാധനങ്ങളാണ്. ചിലയിടത്ത് അലമാരയാണെങ്കിൽ, ചിലയിടത്ത് തുണി, ചിലയിടത്ത് വാച്ച്. ലാസ്റ്റാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പം നമുക്ക് കുറേ വാച്ചുകൾ, അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കാണാം. നമുക്ക് റെയ്ബാൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസും കിട്ടും, അതുപോലെ തന്നെ പുതിയ ഐറ്റംസും കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ലേറ്റായ കൊണ്ട് തന്നെ ആൾ തീരെ കുറവാണ്. ആ ഇരിക്കുന്ന ഒരു എന്താ പറയുന്നത്, നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലേ മരത്തടിയുടെ, അതിന് വില ചോദിച്ചപ്പോൾ 60 KD പറഞ്ഞത്. ഭയങ്കര കൂടുതലാണ്. അതുപോലെ ടൈപ്പ് റൈറ്റർ, ഗിത്താറ്, ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. നൈക്കൊക്കെ 10-16 KD നൈക്കിൻ്റെ ഷൂവിനൊക്കെ ഇവിടെ പറയുന്നത്. നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്, പക്ഷേ ഇവിടെ അതിലും വില കൂടുതലാണ് പുറത്ത്. അതുപോലെ തന്നെ ഒരുപാട് അറബികളും മറ്റാൾക്കാരും ഒക്കെ ഇവിടെ സാധനം മേടിക്കാൻ വന്നിട്ടുണ്ട്. ഒരു മലയാളികളുടെ കടയുണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഒരു മലയാളം സംസാരിക്കുന്നത് കേട്ടു. എവിടെ പോയാലും മലയാളി ഉണ്ടാവുമല്ലോ എല്ലാത്തിലും. അങ്ങേര് ആണെങ്കിൽ കൊച്ചിന് സൈക്കിൾ മേടിക്കാൻ വന്നതാണ്. സൈക്കിളൊക്കെ ചവിട്ടി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ബാങ്ക്, മറ്റ് കീബോർഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണാം നമുക്ക്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ താണ്ട് ഒരാൾ ടേപ്പ് റെക്കോർഡർ മേടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ വാക്വം ക്ലീനർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇതൊക്കെ പുതിയ പാത്രങ്ങളാണ്. അപ്പോഴത്തെ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് പാത്രങ്ങൾ, പിന്നെ ഫ്ലവർ, പൂവ്, എന്താ പറയുന്നത്, എന്ന് വേണ്ട സകല സാധനങ്ങളും, ബിരിയാണി ചെമ്പ് വരെയുണ്ട്. ഇവിടെ നമുക്ക് പാത്രങ്ങൾ, അതുപോലെ വർക്കിംഗ് ടൂൾസ് ഉണ്ടല്ലോ, സ്കൂട്ടർ, സ്പാനർ, അതുപോലെ തന്നെ ഡ്രസ്സ്, അതൊക്കെ വില കുറവ് കിട്ടുന്നതുകൊണ്ടാണ് ഈ മാർക്കറ്റ് ഇവിടെ ഫേമസ് ആയത്. ഞാൻ വന്നത് ഒരു 9:30 സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക കടകളും അടച്ചവർ പോവുകയാണ്. Habibi, come to life.